ജനാധിപത്യ അവകാശങ്ങളെ ധ്വംസിക്കുന്ന കാര്യത്തിൽ CPM-ഉം BJP-യും ചേട്ടനും അനുജനുമാണ്. എല്ലാ കാലത്തും അവർ ഒരുമിച്ചിട്ടുണ്ട്. ഇപ്പൊ കാണിക്കുന്നതൊക്കെ വെറും നാടകം മാത്രമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പഴയ കാലത്തെ സിനിമകളിൽ ഒരു ക്ലീഷേ കഥയുണ്ട്. എന്താണ്? നസീറും ജയനും അല്ലെ, ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഒരു അച്ഛനുണ്ടാകും, അമ്മയുണ്ടാകും. ആ വീട്ടിലേക്ക് ദുഷ്ടനായ വില്ലൻ കടന്നു വരികയാണ്. വില്ലൻ കടന്നു വരുന്നു, സംഘടന നടക്കുന്നു, അച്ഛൻ കൊല്ലപ്പെടുന്നു, അമ്മ ഭ്രാന്തിയായി എങ്ങോട്ടോ ഓടിപ്പോകുന്നു. രണ്ട് മക്കൾ വേർപിരിയുകയാണ്. വേർപിരിയുന്ന സമയത്ത് ഒരു മകന്റെ കയ്യിൽ സോപ്പ് പൊട്ടിയുടെ ഒരു ഭാഗം ഉണ്ടാവും, മറ്റേ മകന്റെ കയ്യിൽ സോപ്പ് പൊട്ടിയുടെ മറ്റേ ഭാഗം ഉണ്ടാകും. വർഷങ്ങൾക്ക് ശേഷം കഥയുടെ അന്ത്യത്തിൽ ഈ രണ്ട് ജയനും നസീറുമായിട്ട് ഇവർ വളർന്നിട്ടുണ്ടാവും. ഇവർ തമ്മിൽ എവിടെയോ വെച്ച് കണ്ടുമുട്ടുന്ന സമയത്ത് അവർ മനസ്സിലാകുന്നു, സോപ്പ് പൊട്ടിയുടെ ഒരു ഭാഗം നസീറിന്റെ കയ്യിലുണ്ട്, മറ്റേ ഭാഗം ജയന്റെ കയ്യിലുണ്ട്. അപ്പോഴാണ് ഇവർ പരസ്പരം തിരിച്ചത്, ഞങ്ങൾ ജ്യേഷ്ഠാനുജന്മാരാണ്. അവിടെ വെച്ച് വിളിക്കുകയാണ്, ചേട്ടാ അനുജ, കെട്ടിപ്പിടിക്കുകയാണ്. ഇതുപോലെയാണ് സോപ്പ് പൊട്ടിയുടെ ഒരു ഭാഗം അമിത്ഷായുടെ കയ്യിലുണ്ട്, സോപ്പ് പൊട്ടിയുടെ മറ്റേ ഭാഗം വിജയരാഘവന്റെ കയ്യിലുണ്ട്. എന്നെങ്കിലും ഒരു ദിവസം ഇവർ പരസ്പരം കണ്ടുമുട്ടും. അപ്പൊ ഇവർ തമ്മിൽ കെട്ടിപ്പിടിക്കും, ചേട്ടാ അനുജ. ഒരമ്മ പെറ്റ മക്കളാണ്. സലിംകുമാർ പറയുന്ന പോലെ ഒരമ്മ പെറ്റ അളിയന്മാരാണ് CPM-ഉം BJP-യും. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെയാണ് ഞാന് CPM-ൽ പോകാതിരുന്നത്.